വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 7 വരെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് യജ്ഞം. ഒറ്റപ്പാലം ഉഷാ ചുണ്ണി, വടകര കക്കാട്ടില്ലം സന്ധ്യാന്തർജനം എന്നിവരാണ് യജ്ഞാചാര്യർ. വിഷ്ണു സഹസ്രനാമം, പ്രാർത്ഥന എന്നിവയോടെയാണ് യജ്ഞം തുടങ്ങിയത്. ആദ്യ ദിനത്തിൽ സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, പരീക്ഷിത്തിന്റെ ജനനം, ശ്രീശുക ആഗമനം, വിദൂര മൈത്രേയ സംവാദം, വരാഹ അവതാരം, ഹിരണ്യാക്ഷവധം എന്നീ കഥാഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. തീർത്ഥയാത്രയിൽ വരാനും പോയി നടക്കുന്നത്. കാരണം സ്വന്തം ശിഷ്യന്മാരായ ദുര്യോധനൻ ഭീമനും തമ്മിൽ അവിടെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് രണ്ടാളും ഇയാളെ ശിഷ്യന്മാരാണെന്ന് പറയാനില്ല. അപ്പൊ ആരനുഭവിക്കും? ഭീമനെയാണ്. ഭീമനെ ദുര്യോധന ഭീമയുടെ ശിഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് അവിടെ മുങ്ങി തനിക്കൊരു കേടുപറ്റാത്ത രീതിയിൽ തീർത്ഥയാത്രയുടെ വ്യാജേനെ അവിടെ മുങ്ങി. അപ്പൊ ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും ആരെ ആവണം, ആവരുത് എന്ന് നമുക്ക് കാണിച്ചു. അതുപോലെ ആ മഹാഭാരതത്തിലെ ഗാന്ധാരിയെ പോലെ ആവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഗാന്ധാരി എന്താ ചെയ്തത്? സ്വന്തം ഭർത്താവിന് കണ്ണ് കാണില്ല എന്നറിഞ്ഞപ്പോ സ്വന്തം കണ്ണ് മൂടിക്കെട്ടിയതാണ്. അവിടെ ഭർത്താവിന്റെ കണ്ണായിട്ട് നിൽക്കേണ്ട ഒരാളെ, തന്റെ കൂടെ നിന്ന് ആ കുടുംബം നോക്കേണ്ട വ്യക്തി തന്റെ കണ്ണ് മൂടിക്കെട്ടി. അതുകൊണ്ടല്ലേ ഈ മഹാഭാരതത്തിലുണ്ടായത്. നിരവധി ഭക്തജനങ്ങൾ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി. ഒറ്റയപ്പം, ശർക്കര പായസം, പറനിറക്കൽ വഴിപാടുകൾ നടത്താനും ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.